എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിന്നും മാറിക്കിട്ടിയാൽ ഫീസ് റീഫണ്ട് കിട്ടുമോ? ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അഡ്മിഷൻ ജൂലൈ 11 വരെ, മാൻഡറ്ററി ഫീ. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വന്നതായി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നതാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കും. ടെമ്പററി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയും ചെയ്തു, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില വിദ്യാർത്ഥികൾക്ക് ടെമ്പററിയായി എടുത്ത സ്കൂളിൽ തന്നെ വീണ്ടും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കൊന്നും മാറി കിട്ടാത്തൊരു സാഹചര്യം കൊണ്ടിട്ടുണ്ട്. ഒരുപാട് കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്നും അല്ലെങ്കിൽ സ്കൂളിൽ നിന്നും മാറി കിട്ടിയാൽ ഫീസ് റീഫണ്ട് കിട്ടുമോ? ഫീസ് റീഫണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചില കോളേജുകൾ റീഫണ്ട് തന്നേക്കും, പുതിയ കോളേജിൽ കൊണ്ട് അടച്ചാൽ മതിയാവും. ചില കോളേജുകളിൽ എന്ത് ചെയ്യില്ല, റീഫണ്ട് തരില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരില്ല, പുതിയ സ്കൂളിൽ പണം അടയ്ക്കേണ്ടി വരില്ല. ഏതായാലും ഒരു തവണ പണം അടച്ചാൽ മതിയാകും. ചില കോളേജുകൾ റീഫണ്ട് ചെയ്യും, നിങ്ങൾ പുതിയ കോളേജിൽ കൊണ്ട് അടയ്ക്കേണ്ടി വരും. പക്ഷേ ചില കോളേജുകൾ റീഫണ്ട് തരില്ല. പക്ഷേ നിങ്ങൾക്ക് പുതിയ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടി വരില്ല. ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്താണ്? ഹയർ ഓപ്ഷൻ നിങ്ങൾക്കിപ്പോൾ ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക, നിങ്ങൾക്കിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റാണ്, മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് അവസാന അലോട്ട്മെൻറ്റ് ആയതുകൊണ്ടും ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ് ബാക്കി നിൽക്കുന്നത് കൊണ്ടും തന്നെ മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെൻറ്റ് ആയതുകൊണ്ടും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ് ഇനി വരാനുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് നിങ്ങൾ സ്ഥിരപ്പെടുത്തേണ്ടതായിട്ട് വന്നേക്കും. ഇനി വരാൻ പോകുന്ന ഘട്ടം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ്. ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അതൊക്കെ വരുമ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യും. അഡ്മിഷൻ ജൂലൈ 11 വരെയാണ്. നിങ്ങൾക്ക് ഏത് കോഴ്സിന് അഡ്മിഷൻ ലഭിച്ചാലും നിങ്ങൾക്ക് ജൂലൈ 11 മുമ്പ് നിങ്ങൾ കോളേജിൽ ഹാജരായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. ജൂലൈ 11 ആകാൻ കാത്തു നിൽക്കുമെന്നും വേണ്ട. നിങ്ങൾക്ക് അഡ്മിഷൻ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞ ഡേറ്റ് തന്നെ പോകും. ഇപ്പോൾ ദൂരെയുള്ള കോളേജൊക്കെ ആണെങ്കിൽ ജൂലൈ 11 ആകാൻ വേണ്ടിയൊന്നും കാത്തു നിൽക്കുകയൊന്നും വേണ്ട. നിങ്ങൾ നേരത്തെ പോയിട്ട് എന്ത് അഡ്മിഷൻ എടുത്തോളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തോളുക, നേരത്തെ പോയി തന്നെ അഡ്മിഷൻ എടുത്തോളുക. ജൂലൈ 11 ആകാൻ കാത്തിരിക്കുകയൊന്നും വേണ്ട. മാൻഡറ്ററി ഫീസിൻ്റെ സംബന്ധിച്ച് എന്താണ്, നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ ഒരു കോളേജിലും അഡ്മിഷൻ ലഭിക്കാതെ തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായി കിട്ടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടത് നിർബന്ധമാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ എവിടെയും സീറ്റ് ലഭിച്ചില്ല, തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ലഭിക്കുന്നതെങ്കിൽ മാൻഡറ്ററി ഫീ അടയ്ക്കണം. ഇനി ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് ടെമ്പററി അഡ്മിഷൻ എടുത്ത് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരുന്ന് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി മാൻഡറ്ററി ഫീ അടച്ചവരാണ്. നിങ്ങൾ ഇനി വീണ്ടും അടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് ഓർത്തിരിക്കുക. ഏതായാലും ഇതൊക്കെ സംബന്ധിച്ചാണ് ഇപ്പോൾ അപ്ഡേറ്റ്. കാത്തിരിക്കാൻ പറ്റും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക. സബ്സ്ക്രൈബ് ചെയ്തതിനപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. അതുവരേക്കും മൈ നെയിം ഈസ് കറിയ, the founder of Career for the Career Guide, and thanks for watching. Bye.